ഹലോ ഫ്രണ്ട്സ്, 8ാം ക്ലാസ് ബയോളജിയിലെ ആദ്യ അധ്യായമായിട്ടുള്ള നട്ട് നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന പാഠത്തിൻ്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പാർട്ടിൽ നമ്മൾ വിലയിരുത്താം ചോദ്യോത്തരങ്ങളും തുടർ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. ആദ്യ ചോദ്യം, ബോക്സ് എ, ബി എന്നിവയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളെ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്തുക. എയിൽ എന്തൊക്കെയാണ്? സ്ഥലപരിമിതി, കൃത്രിമവളം, ജൈവവളം. അതിനനുസരിച്ച് നമുക്ക് ബി കോളത്തിലുള്ളവയെ പട്ടികപ്പെടുത്തണം. സ്ഥലപരിമിതിക്ക് ഏതൊക്കെയാണ്? മട്ടുപാവിലെ കൃഷി, ചാക്കിലെ കൃഷി, വെർട്ടിക്കൽ ഫാമിങ്. ജൈവവളങ്ങൾ കാലിവളം, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ്. കൃത്രിമ വളത്തിൽ വരുന്നത് യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്. സതീഷിന് 15 സെൻറ്റ് പുരയിടവും 30 സെൻറ്റ് നെൽപ്പാടവും ഉണ്ട്. നെൽകൃഷി കൊണ്ട് വേണ്ടത്ര മെച്ചമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുരയിടവും പാടവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി ലാഭകരമാക്കുവാൻ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് നൽകാനുള്ളത്? എന്ത് നിർദ്ദേശമാണ്? സംയോജിത കൃഷിരീതി. പുരയിടത്തിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയോടൊപ്പം ഇടവിളകളായിട്ട് വാഴ, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കൃഷി ചെയ്യാൻ, കൂടാതെ ആട്, കോഴി, പശു വളർത്തൽ എന്നിവ കൂടി ഉൾപ്പെടുത്തിയാൽ കൃഷി കൂടുതൽ ആദായകരമാവും. നെൽകൃഷിക്ക് ശേഷം പാടത്ത് പയറുവർഗ്ഗങ്ങളോ പച്ചക്കറികളോ കൃഷി ചെയ്യുന്നത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂട്ടാനും അധിക വരുമാനത്തിനും സഹായിക്കും. പാടത്തിൻ്റെ ഒരു ഭാഗത്ത് കുളം നിർമ്മിച്ച് മത്സ്യകൃഷി നടത്തുന്നതും ലാഭകരമായിരിക്കും. കൂട്ടത്തിൽപ്പെടാത്തതേത്? മറ്റുള്ളവയുടെ പൊതുസവിശേഷതകൾ എന്ത്? തിരുനന, വെർട്ടിക്കൽ ഫാമിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, പുതയിടൽ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. മറ്റുള്ളവ ജലസംരക്ഷണവുമായിട്ട് അല്ലെങ്കിൽ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതികളാണ്. ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, എയറോപോണിക്സ്, ഭൗമസൂചിക. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഭൗമസൂചികയാണ്. മറ്റുള്ളവ മണ്ണില്ലാതെയുള്ള നൂതന കൃഷിരീതികളാണ്. കീടങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയാലേ കൃഷി ലാഭകരമാകൂ. കർഷകൻ്റെ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? എങ്ങനെ ഫലപ്രദമായ കീടനിയന്ത്രണം നടപ്പാക്കാം? കർഷകൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല അല്ലേ? പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും പരിസ്ഥിതി സന്തുലനത്തിൽ സ്ഥാനമുണ്ട്. എല്ലാ കീടങ്ങളെയും നശിപ്പിക്കുന്നത് ഗുണകരമായിട്ടുള്ള പ്രാണികളെയും ഇല്ലാതാക്കും. കീടങ്ങളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നതിന് പകരം അവയുടെ എണ്ണം നിയന്ത്രിക്കുക. ജൈവ കീടനാശിനികൾ, വേപ്പിനെണ്ണ, പുകയില കഷായം തുടങ്ങിയ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. കീടങ്ങൾക്കുള്ള കെണികൾ സ്ഥാപിക്കുകയൊക്കെ വഴി നമുക്ക് കീടങ്ങളുടെ വർധനവിനെ തടയാൻ വേണ്ടി സാധിക്കും. ചിത്രീകരണം നിരീക്ഷിക്കൂ. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് കർഷകർക്കുള്ള നേട്ടം എന്ത്? എന്തൊക്കെയാണ് നേട്ടം? കൂടുതൽ വരുമാനം ലഭിക്കും. തേങ്ങയായിട്ട് നേരിട്ട് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ കർഷകന് ലഭിക്കുന്നു. വിപണിയിലെ സ്ഥിരത. തേങ്ങയുടെ വില കുറയുമ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് വഴി സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാം. തൊഴിലവസരങ്ങൾ. ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും വഴി വീട്ടമ്മമാർക്കും നാട്ടുകാർക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കും. തേങ്ങ കേടുവന്നു പോകുന്ന സാഹചര്യം ഒഴിവാക്കി അവയെ ദീർഘകാലം സൂക്ഷിക്കാവുന്ന ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ വേണ്ടി പറ്റും. തുടർ പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ പ്രദേശത്ത് സാധാരണയായിട്ട് കണ്ടുവരുന്ന സസ്യരോഗങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ രോഗകാരികൾ, രോഗപകർച്ചാ രീതികൾ, രോഗലക്ഷണങ്ങൾ, പരിഹാര മാർഗങ്ങൾ എന്നിവ പട്ടികപ്പെടുത്താൻ പറയുന്നുണ്ട്. അത് പട്ടികപ്പെടുത്തിയതാണ് തന്നിട്ടുള്ളത്. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, കാർഷിക മേഖലയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്നിവയെക്കുറിച്ച് വിവരശേഖരണം നടത്തി പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും പ്രധാന പ്രവർത്തനങ്ങളുമാണ് ഈ പട്ടികയിലുള്ളത്. ഇതോടുകൂടി നമ്മുടെ ആദ്യ അധ്യായം അവസാനിക്കുകയാണ്. തുടർന്നുള്ള പാഠങ്ങളും ഇതുപോലെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. തുടർന്നുള്ള പാഠങ്ങളുടെ വീഡിയോയും നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.